ഹലോ മച്ചാമാരെ, ഇൻഫോർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കോഴിയെ കൊണ്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ മന്തിയുടെ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ടൊരു ഫുൾ കോഴി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കിലോ അരിയും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മസാല നോക്കാം. ഒരു കയ്യിൽ മന്തി മസാല എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2 മാഗി ക്യൂബ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്ത നീരും കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല ഇപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാണിച്ചു തന്ന ആ കോഴി എടുത്തിട്ട് നല്ലോണം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വരഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് കൂടുതൽ മസാലകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നല്ലോണം കീറിയെടുക്കുന്നത്. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് പകുതി നമ്മൾ മാറ്റി വെക്കാൻ മറക്കരുത്. സാധാരണ ചിക്കൻ വരഞ്ഞെടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഇതൊന്ന് വരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമാണ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം വരയുന്നത്. പിന്നെ നമ്മളെ മസാലയും കാര്യങ്ങളും പിടിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അമ്മച്ചമാരെ, നമ്മൾ മുഴുവൻ ചിക്കൻ പീസും ഇതുപോലെ തന്നെ നല്ലോണം വരഞ്ഞെടുത്ത് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കൂട്ടി വെച്ച മസാല നേരെ ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മസാല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ചിക്കൻ പീസായിട്ട് എടുത്തിട്ട് നല്ലോണം മസാലയിലൊന്ന് മുക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ചിക്കൻ പീസും ഇതുപോലെ തന്നെ നമ്മൾ മസാല മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മസാല തേക്കുമ്പോൾ നമ്മൾ വരഞ്ഞ് വെച്ച വരകളിലൊക്കെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ ആ മന്തിയുടെ ഒരു ടേസ്റ്റ് ചിക്കനിൽ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതിന് മാക്സിമം നിങ്ങൾ ഇതുണ്ടാക്കുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച ചിക്കനൊക്കെ കുറച്ച് സമയത്തിന് റെസ്റ്റിന് വെക്കണം. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ റെസ്റ്റിന് വെച്ചതിന് ശേഷം നേരെ നമ്മൾ ഈ വീഡിയോ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റെസ്റ്റിന് വെക്കുന്ന സമയമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നേരെ നമ്മൾ മന്തി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്രം എടുത്തിട്ടുണ്ട്, ചെമ്പ്. അതിലേക്കൊരു ചെറിയ പ്ലേറ്റ്, ഈ മേലെ വെക്കുന്ന നമ്മൾ ചിക്കൻ വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം മറിയാതിരിക്കാൻ വേണ്ടി ആ പ്ലേറ്റിലാണ് നമ്മൾ ഒരു ഓട്ടപാത്രം എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മളെ ചിക്കൻ പീസൊക്കെ നേരെ ഇറക്കി വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തമായിട്ട് ആ ചിക്കൻ പീസ് മൊത്തമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുക. ഇവിടെയും നല്ലത് നമ്മൾ കുക്കറൊക്കെ എടുത്തിട്ട് കുക്കറിലിട്ട് ഒന്ന് കൂക്കിച്ചെടുക്കുന്നതാണ് നല്ലത്. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ വേവ് കുറച്ച് കൂടുതലാണ്. അപ്പം സാധാരണ കോഴിയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ മെത്തേഡ് കുറഞ്ഞ സമയം കൊണ്ട് വെന്ത് കിട്ടും. ഈ ചിക്കന് നമ്മൾ വെച്ച വെള്ളം നമ്മൾ മാറ്റി വെക്കണം. ഇതിലാണ് നമ്മൾ റൈസ് തയ്യാറാക്കുന്നത്. അങ്ങനെ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കോഴി തുറന്ന് നോക്കിയപ്പോൾ ചെറിയൊരു വേവ് ആയിട്ടുള്ളൂ. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയത്ത് വേവ് വേണം. അപ്പം ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ കാര്യമായിട്ട് കുക്കറിൽ വെക്കാൻ മറക്കരുത്. കുക്കറാണ് ഒന്നും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളൊരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് പിടിച്ചിട്ടാണ് ഈ ചിക്കനൊന്ന് വേവിച്ചെടുത്തത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇത് വേവ് കറക്റ്റ് ഒരു 3/4 വേവ് ആയതിനു ശേഷം മാത്രം ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മസാല എടുത്തിട്ട് എല്ലാ ചിക്കൻ പീസിലും ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഒന്ന് വൈറ്റ്നെസ് മാറാനും അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന റെഡ് കളറ് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ്. നമ്മൾ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നേരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാൻ വേണ്ടി എടുത്ത വെളിച്ചെണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാനോ പാത്രമോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചട്ടിയിലിട്ടിട്ട് 2 പീസ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പം വലിയ ചട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ മൊത്തമായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞാൽ മതി. 3/4 വേവിൻ്റെ വേവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് സംഗതി നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ പീസും നമ്മൾ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ പീസൊക്കെ നമ്മൾ കടയിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുഴുവൻ ചിക്കൻ പീസും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള മന്തി റൈസ് തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം.
അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 250 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള 2 വലിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ 2 ക്യാരറ്റും 1 ക്യാപ്സിക്കനും അതുപോലെ തന്നെ 2 പച്ചമുളക് പിന്നെ ഒരു 5 ഇല്ലി വെളുത്തുള്ളി. ചൂടായി വന്ന എണ്ണയിലേക്ക് വലിയ ഉള്ളി മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നല്ലവണ്ണം അത് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി അതൊരു ബ്രൗൺ കളറിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഏതാണ്ട് ഒരു ബ്രൗൺ നിറത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കനും അതുപോലെ തന്നെ ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഇതുപോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ 2 മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഏതാണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറുതായിട്ടൊരു വാട്ടം തട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. നല്ലോണം ശ്രദ്ധിച്ച് ഇളക്കണം, കാരണം ഇത് നമ്മൾ അടി പിടിക്കാനും അതുപോലെ തന്നെ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഏതാണ്ടൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ പച്ചമല്ലി, പെരുംജീരകം, പിന്നെ 2 ഉണക്കനാരങ്ങ, പിന്നെ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, പിന്നെ 10 ഏലക്കായ ഉണ്ട്, പിന്നെ പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട പൊടി ചെറുതായിട്ട് മുറിച്ച് കട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കിട്ടിയതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ആ വെള്ളം മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മൾ വെച്ച വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിളക്കുന്നത് വരെ കാത്തിരിക്കാം. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി അത് കൈകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്താക്കിയിട്ട് നമ്മൾ വാരിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച 2 കിലോ അരിയും നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഫുള്ളായിട്ട് മുഴുവനാക്കിയിട്ട് അങ്ങനെ വാരിട്ട് കൊടുക്കുക. പുറത്തേക്കൊന്നും പോകാത്ത രീതിയിൽ അതിലേക്ക് തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം അതിലേക്കൊരു തവിയോ ഇല്ലെങ്കിൽ ഒരു കോരിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ അരിയൊന്നും അടിയിൽ പിടിക്കാത്ത പോലത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി റൈസ് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറുനാരങ്ങൻ്റെ അരമുറി എടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ചോറിന് ആവശ്യമായ 2 ടേബിൾ സ്പൂണ് ഉപ്പും അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ തവി വെച്ചിട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മിക്സാവുന്ന പോലത്തിലൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മളെ റൈസ് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പിൻ്റെ മൂടി കൊണ്ട് മൂടി വെക്കുക. കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മളെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ മാറ്റി വെച്ച എണ്ണയുടെ 3/4 ഭാഗവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൽ മിച്ചം വന്ന ഭാഗം നമുക്ക് എടുത്ത് വെക്കണം. ഇനി ഇത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് കളറിന് കുറവുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാനും
കുറച്ച് ദമ്മിടുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ മന്തി റൈസ് നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. ആ കളറൊക്കെ എല്ലാ ഭാഗത്തേക്കും പരക്കുന്ന കോലത്തിൽ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ മന്തി റൈസ് വേറൊരു പാനിലേക്ക് മാറ്റി വെക്കണം. മാറ്റിയതിന് ശേഷം ആ ചെമ്പ് എടുത്തിട്ട് നേരെ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ, അതായത് നമ്മളെ തീയൊക്കെ ഒന്ന് കെടുത്തിയത് ആ കനലിൻ്റെ വേവിൽ, അതായത് ഇതുവരെ കത്തിയ കനലിൻ്റെ വേവിൽ നമ്മളെ ചിക്കനൊക്കെ ആ ചെമ്പിൻ്റെ അടിഭാഗത്ത് ഫുള്ളായിട്ട് ഫില്ലായിട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചിക്കൻ മൊത്തം അതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മന്തി റൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. അങ്ങനെ നമ്മൾ മന്തി റൈസ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മന്തി റൈസ് ഇപ്പം പകുതിയോളം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇനി മുഴുവനായിട്ട് ഇടണം. അപ്പം ഇത് കനലിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി ദമ്മിടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി കത്താൻ സാധ്യതയുള്ള വറകും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുപ്പിൻ്റെ അടിഭാഗത്തിൽ നിന്ന് മാറ്റിയിടണം. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഏതാണ്ടൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മന്തി റൈസ് ഇവിടെ ദമ്മിടാൻ വേണ്ടി ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത് എണ്ണയുടെ കുറച്ച് പോർഷൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് 2 മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 2 മുളക് നേരെ നമ്മൾ റൈസിൻ്റെ മുകൾ വശത്ത് നമ്മൾ കുത്തി ഇറക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം വേണം നമുക്ക്. ആ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് കനലും എടുത്തിട്ടുണ്ട്. അത് നേരെ റൈസിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് നമുക്ക് മൂടി വെക്കാൻ കോലത്തിലൊന്ന് താത്തി വെക്കണം. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എണ്ണയുടെ ബാക്കി പോർഷനിൽ, അതായത് 2 കൈയിലോളം ബാക്കി ഉണ്ടായിരുന്നു, അത് അതിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ ഇത് മൂടി വെക്കുകയാണ്. അതിൻ്റെ മുകളിൽ ചെറിയ വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെക്കുകയും വേണം. ഇനി നമുക്കൊരു 10 മിനിറ്റിൻ്റെ കാത്തിരിപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഈ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് അടിക്കാനും, അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടവരിൽ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.